ഇറാന്റെ പോരാട്ട വീര്യം അവർ ലോകത്തിനൊരു മാതൃക വയ്ക്കുകയാണ്. ഇത്രയും ദിവസം യുദ്ധം നടത്തിയിട്ട്, മാസങ്ങളായിട്ട് യുദ്ധം നടത്തിയിട്ട് ഇറാന്റെ കയ്യിൽ ഒന്നുമില്ല. ഇറാനെ ഞങ്ങൾ പൂർണ്ണമായിട്ട് പരിപൂർണമായി തകർത്തു. ഇനി അവർക്ക് എന്തെങ്കിലും യുദ്ധം ചെയ്യാനായിട്ട് ഒന്നുമില്ല എന്ന് ട്രംപ് അമേരിക്കൻ സെനറ്റിൽ അവർ പ്രഖ്യാപനം നടത്തി. അമേരിക്കക്കാരുടെ അടുത്ത് പ്രഖ്യാപനം നടത്തി. നിമിഷങ്ങൾ കഴിയുന്നേക്കാൾ മുന്നേ അമേരിക്കയുടെ സ്റ്റെൽത്ത് വിമാനങ്ങൾ 2 ഇറാൻ വെടിവെച്ചിട്ടിരിക്കുക. ഇതെങ്ങനെ ഇവർക്ക് സാധിച്ചു? ഇന്നും ഇറാൻ ഞങ്ങൾ യുദ്ധം നിർത്താം, നമുക്കൊരു യുദ്ധവിരാമം കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്താം, നമുക്ക് ഒരു സമാധാന ഉടമ്പടിയിലേക്ക് വരാം, നമുക്ക് ചർച്ചകളാവാം, ഒരു പ്രാവശ്യം പോലും ഇറാൻ അഭ്യർത്ഥിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. അവരുടെ സമരവീര്യം, അവരുടെ ആ രാജ്യത്തിനോടുള്ള അവരുടെ സൈനികരുടെ കൂറ്, വിശ്വസ്തത, എന്താ പറയുക, ലോകത്തിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ വിമാനമൊക്കെ വെടിവെച്ചിടാനായിട്ട് അവരെ കൊണ്ട് സാധിക്കണമെന്ന് പറയുകയാണെങ്കിൽ ഒന്നുമില്ലാത്ത രാജ്യം, ഉപരോധത്തിൽ കടന്ന രാജ്യം, അതായത് ഒരു അരി ഭക്ഷണം കഴിക്കാൻ പോലും പാകമില്ലാത്ത ഒരു രാജ്യം, അവരാക്രമിക്കാൻ ചെന്നിട്ടല്ല അമേരിക്ക, ഇറാനും ഇസ്രായേലും ഇങ്ങടെ ആക്രമിക്കാൻ വന്നിട്ടുള്ളത്. അവരുടെ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അവരെ 2 ഫ്ലൈറ്റ് അടിച്ചിട്ടിട്ട് അവരെ സൈനികർ പിടിയിലായോ ഇല്ലയോ, പിടിയിലായെന്നും പറയുന്നുണ്ട്. അത് ഇറാന്റെ ആ എന്താ പറയുക, ആ ദൃഢമായ അവരുടെ തീരുമാനത്തിൻ്റെ, അവരുടെ ആ ഒരു ധീരതയ്ക്ക്, അവർ കീഴടങ്ങില്ല എന്ന അവരുടെ മനോഭാവത്തിന് ലോകം ഇനി അവർക്ക് കൊടുക്കുന്നത് സൂപ്പർ ഒരു രാജ്യപദവി അവർക്ക് കിട്ടും. ഇനി ഇറാൻ ആരും ചെറുതായിട്ട് കാണില്ല. ആ ഏരിയയിൽ, മധ്യേഷ്യയിൽ ഇറാൻ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്തത്ര ശക്തമായിട്ടുള്ള ഒരു രാജ്യമാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുക. ഈ മുട്ടുന്നത് നിസ്സാരക്കാരുടെ അടുത്തല്ല, ലോക പോലീസിനോട്, ലോക പവറിനോടാണ് അവർ മുട്ടുന്നത്. അവരുടെയൊക്കെ ഒരു ഫ്ലൈറ്റ് അടിച്ചിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സൈനികനെങ്ങാനും ഇവരെ കയ്യിലേക്ക് തടവിലാക്കപ്പെടാൻ പറ്റിങ്ങ യുദ്ധത്തിൻ്റെ ഗതി മാറും. ഇനി ലോകം ഇറാൻ പറയുന്നതിന് ചെവി കൊടുക്കും, അവർ പറയുന്നത് ശ്രദ്ധിക്കപ്പെടും. ഇപ്പോൾ ഹോർമുസ് കടലെടുക്കോ ഒന്നും അവർ അനുഭവം ഉണ്ടാക്കണമെന്ന് ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ അമേരിക്കയ്ക്ക് പരാതിയില്ല. ഒളിഞ്ഞ് തെളിഞ്ഞും ഇപ്പം അമേരിക്കയാണ് യുദ്ധത്തിന് നമുക്ക് കുറച്ച് കാലത്തേക്ക് നീക്കി നിർത്താം, ഞങ്ങൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. ഇറാനോട് ചോദിച്ചിട്ടെന്നല്ലേ വെടിനിർത്തൽ പ്രഖ്യാപിക്കണത്. അവർ തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് അമേരിക്കയുടെ സാമ്പത്തിക നഷ്ടം, ട്രംപിന് ഇപ്പോൾ അമേരിക്കയിൽ തലയുയർത്തി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിച്ച് തടിയൂരി എന്തെങ്കിലും ഉടായ്പ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള പ്ലാനാണ് ഇപ്പം അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ ഈ ധീരത, അതായത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, തോൽപ്പിക്കാനല്ല, അവരെ കൊല്ലാൻ കഴിയും, തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള അവരാ ദൃഢനിശ്ചയം ഉണ്ടല്ലോ, അത് ലോകം ഇന്ന് കൈയടിച്ച് എല്ലാവരും അംഗീകരിച്ചുകൊണ്ടിരിക്കുക. അമേരിക്കയുടെ കൂടെ ഉണ്ടായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളും എല്ലാവരും തടി തപ്പി. അവർക്ക് ഭയമാണ്, ഇറാൻ മിസൈലിന് അവർക്കൊക്കെ ഭയമാണ്. അവരുടെ രാജ്യത്തേക്ക് എത്താൻ കഴിയുന്നതായിട്ടുള്ള മിസൈലുകൾ ഇറാൻ്റെ കൈവശം ഉണ്ടെന്നുള്ളതാണ് നിഗമനം. എന്തിനായി അമേരിക്കയുടെ കൂടെ പോയിട്ട് ഇവരെ രാജ്യത്ത് ആക്രമണം ഇറന്ന് വാങ്ങിച്ചാൽ അവർക്ക് നാശം ഉണ്ടാവണത്? കാര്യങ്ങൾ വരുമ്പോൾ അമേരിക്ക പൊടിയും തട്ടി പോവും. ഇവർ ലാസ്റ്റ് ഇവർക്ക് നിക്കക്കള്ളിയില്ലാത്തൊരവസ്ഥ വരും. അവിടുത്തെ രാജ്യത്തിൻ്റെ നാശം അവരെന്തിനായിരുന്നു വാങ്ങിക്കണേ? അമേരിക്ക യുദ്ധത്തിൽ ഒറ്റപ്പെട്ടു. ഇപ്പോൾ ഇന്ത്യ അടക്കം 60 രാജ്യങ്ങൾ ഇറാനായിട്ട് മറ്റേ ഹോർമിസ് കടലെടുക്കിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ അവർ സംസാരിക്കാൻ പോകണമെന്നുള്ളത് നമുക്കാർക്കും അറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 60 രാജ്യങ്ങൾ ഒരുമിച്ച് കൂടി ഇറാൻ്റെ അടുത്ത് ഹോർമുസ് കടലെടുക്ക് തുറന്ന് കിട്ടണമെന്ന് അഭ്യർത്ഥിക്കാൻ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ഇറാൻ ഒരു സൂപ്പർ പവറാണെന്നുള്ളത് അംഗീകരിച്ചേ പറ്റൂ. ഇനി അവിടേക്ക് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. എന്തായാലും ഇറാൻ്റെ ഈ ധീരതയ്ക്ക് മുന്നിൽ ബിഗ് സല്യൂട്ട്.